യുദ്ധം കൊണ്ട് നമുക്കെല്ലാം നഷ്ടമായേക്കാം. 12-ാം പിയൂസ് പാപ്പായുടെ വാക്കുകളും യുദ്ധം എപ്പോഴും ഒരു പരാജയമാണെന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളും ആവർത്തിച്ച് ലയോ 14-ാമൻ പാപ്പ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്ന സായുധ സംഘർഷങ്ങളും യുദ്ധങ്ങളും സഭയുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നുണ്ടെന്നും യുദ്ധങ്ങളെ സാധാരണ സംഭവങ്ങളായി കണക്കാക്കുന്ന മനസ്ഥിതി അവസാനിപ്പിക്കണമെന്നും ലയോ പാപ്പ അഭ്യർത്ഥിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 12-ാം പിയൂസ് പാപ്പ പറഞ്ഞ സമാധാനം കൊണ്ട് നമുക്കൊന്നും നഷ്ടമാകുന്നില്ല, എന്നാൽ യുദ്ധം കൊണ്ട് നമുക്കെല്ലാം നഷ്ടമായേക്കാം എന്ന വാക്കുകൾ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചയിലാണ് ലയോ പാപ്പ ആവർത്തിച്ചത്. ഉക്രൈൻ, ഇറാൻ, ഇസ്രായേൽ, ഗാസ മുനമ്പ് തുടങ്ങി യുദ്ധങ്ങൾ അരങ്ങേറുന്ന ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുയരുന്ന വിലാപം സഭയുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നുണ്ടെന്ന് പാപ്പ പറഞ്ഞു. യുദ്ധങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുകയെന്നത് പരിതാപകരമായ അവസ്ഥയാണ്. ശക്തവും സങ്കീർണവുമായ ആയുധങ്ങളോടുള്ള ആകർഷണത്തിൽപ്പെടരുത്. അത്തരം പ്രലോഭനങ്ങളെ തള്ളിക്കളയാൻ നമുക്കാകണമെന്ന് ലയോ പാപ്പ ആഹ്വാനം ചെയ്തു. ഇപ്പോഴത്തെ യുദ്ധങ്ങളിൽ വിവിധ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അടിസ്ഥാനമാക്കിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മുൻകാലങ്ങളെക്കാൾ ഏറെ വലിയ ക്രൂരതയിലേക്കാണ് നാം നയിക്കപ്പെടുന്നതെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ ഗൗദിയം എറ്റ് സ്പേസ് ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പ്രസ്താവിച്ചു. യുദ്ധം എപ്പോഴും ഒരു പരാജയമാണെന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളും ലയോ പാപ്പ ആവർത്തിച്ചു. മനുഷ്യാന്തസ്സിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ ഇത്തരമൊരു പ്രസ്താവന ആവർത്തിച്ചത്. ഇസ്രായേൽ ഇറാൻ യുദ്ധം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നതിന്റെയും ഗാസ പ്രദേശത്തെ ആക്രമണങ്ങളും ഉക്രൈനിലെ റഷ്യൻ ആക്രമണവും ശക്തമായി തുടരുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് ലയോ പാപ്പ സമാധാനത്തിന്റെ പ്രാധാന്യത്തെയും യുദ്ധങ്ങളും സംഘർഷങ്ങളും അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലോകത്തെ ഓർമ്മിപ്പിച്ചത്.